ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി. നിങ്ങൾ കാണിച്ചൊട്ടും ശരിയായില്ല. ഇനി പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുത്തു. അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ മീശി വെച്ച് കരയിലട കഴുതേ വെള്ളം വീണ് ഇനി അത് വളരും. ഇനി നീ നോക്കിയോ, ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോ പുതിയൊരു മനുഷ്യനാവും. ഇപ്പൊ ഇനി മുതല് ഫുൾ കഞ്ചാവ്. അമ്മയുടെ സെക്രട്ടറിയായ സിദ്ദീഖ് തന്നെ ആസിഫിനൊപ്പം വന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് എന്നടുത്ത് ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് നേരിട്ടായിരുന്നു സംസാരിച്ചിട്ടില്ല. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. താൻ ആളൊരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മതപരമായി ഒരു ചർച്ച ചെയ്യപ്പെട്ട ശ്രദ്ധയപ്പെടുന്നു. മതപരമായിട്ട് വരരുത്, അത്രേ ഉള്ളൂ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. പുറത്തൊരു പോസ്റ്റർ ഫ്ലെക്സ് വെച്ച് ആസിഫ് ആണോ? ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്. അവന് ഫാൻസില്ലേ ഒരുപാട്. ശരിയാ നന്ദു, നമ്മൾ പ്രതിഷേധിക്കണം. ആ ഫാൻസിനൊക്കെ ബുദ്ധിമുട്ടി വിഷമുണ്ടായി കാണും. ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. തീർച്ചയായിട്ടും ഈസ് എ ബിഗ് ആക്ടർ. ആള് മാറിപ്പോയല്ലോടാ കുഞ്ഞുണ്ണി. അല്ല, അപ്പൊ അവന്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ. ഒരു നെറ്റ് ലൂസാ, പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. ജനങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിച്ചു എന്നാണ് സാർ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ